എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് നല്ല വീടാണ്. നല്ല വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റും, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല വീടുകാർ വന്ന് കാണണം ഞങ്ങളുടെ വീടൊക്കെ. പിന്നീട് എങ്ങനെയായിരുന്നു ഈ ഒരു വീടിൻ്റെ പണിയിലേക്കും കാര്യങ്ങളിലേക്കും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? ആ സാറിനടുത്ത് പറഞ്ഞപ്പോൾ തന്നെ വീടിൻ്റെ ഫുള്ളായിട്ടെല്ലാം ചെയ്തു തരാം, ഒരുപാട് നമ്മളായിട്ട് വലപ്പിച്ചിട്ടില്ല, എല്ലാം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. എത്ര സമയം എടുക്കും? കറക്റ്റ് 2.5 മാസം കൊണ്ട് 2.5 മാസം കൊണ്ട് വീടിൻ്റെ ഒരു കംപ്ലീറ്റ് വീടിൻ്റെ പണി കഴിഞ്ഞു. 2.5 മാസം എന്ന് പറഞ്ഞാൽ 2.5 മാസം കൊണ്ട് വീട് പണിയെടുത്തു. മുഴുവൻ പണി കഴിഞ്ഞിട്ട് സാറൊന്ന് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് സതീശൻ സാർ. സതീശൻ സാർ തന്നെ ജയിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപേക്ഷ കൊടുത്തിട്ട് ഒരു താമസം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വീടായി. 20 തന്നെ പാർത്ത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് MLA സാർ ദൈവം ഒന്നുമല്ല പറയാൻ പറ്റാത്തത്. അത്രയ്ക്ക് നല്ല ഒരിതാണ് സാറിനെ കൊണ്ട് ഞങ്ങൾക്കുണ്ട്. ഇല്ല, അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു നമ്മുടെ മെമ്പർ വന്നിട്ട്, മായ എന്ന് പറഞ്ഞ മെമ്പർ വന്നിട്ട് അതിൻ്റെ ഒരു എത്ര കാലതാമസം വന്നു നമ്മളൊരു വീട്? ഒരു 4-5 മാസത്തിൽ താഴെ. 5 മാസത്തിൽ താഴെ കൊണ്ട് തന്നെ ഒരു വീട് ശരിയാക്കി തന്നു. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തു പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അവർ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ സാറിനെ കണ്ടു, അവർ സംസാരിച്ചു. പിന്നെ 2-3 പ്രാവശ്യം അവരുടെ എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു, വന്ന് അന്വേഷിച്ചു. അപ്പോൾ ജനുവനാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീട് അനുവദിച്ചു. അത് ഒരു അധികം നാളെടുത്തില്ല, അല്ലേ, 2 മാസം 3 മാസത്തിനുള്ളിലായി. 2-3 മാസം എടുത്തുള്ളൂ. അതിന് മുകളിൽ തന്നെ നമുക്ക് വീട് റെഡിയായി. പണി കഴിഞ്ഞിട്ട് നല്ലൊരു ചെറിയൊരു വാർക്ക് വീട്. ഞങ്ങൾ 4 പേരെ താമസിക്കുന്ന വീട്ടിൽ നല്ല ഒരു വീട്. 2 മക്കളാണ്. 2 മക്കൾ. പുനർജനി വഴി വീട് കിട്ടിയ ആളാണ്. കിട്ടിയതാണ് 2 പേർക്കും. എങ്ങനെയുണ്ട്? ഈ പ്രളയ സമയത്താണോ മുഴുവനായിട്ട് വീട് നഷ്ടമായത്? പ്രളയം ഫുള്ളും പോയി. അത് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിത സാഹചര്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ട് വീടില്ലാതെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്ന നേരത്തായിരുന്നു പുനർജനിക്കാർ നമുക്ക് സാറ് അന്ന് ഇതിൻ്റെ ഇതൊക്കെ തയ്യാറാക്കി നമുക്കൊരു വീട് ശരിയാക്കി തന്നു. നല്ലൊരു വീട് തന്നെയാണ്. നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീടാണ്. നല്ലൊരു വീട് തന്നെയാണ്. വീട്ടിലപ്പോൾ മക്കൾ എനിക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പം BA വരെയും പഠിച്ച് 2 പേരും. ട്വിൻസാണ് എനിക്ക് 2 മക്കൾ. കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ സാറ് വന്ന് നമുക്കൊരു വീട് തന്നത് നമുക്ക് വളരെ ദൈവത്തെ പോലെ. നമുക്ക് അതിനുശേഷമായിരുന്നു മക്കളുടെ കല്യാണം. ഇതിപ്പോൾ കഴിഞ്ഞ പിന്നെ ഇപ്പോൾ 1 വയസ്സായിട്ടുള്ളൂ മക്കൾക്ക്. ഈയിടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആവണുള്ളൂ. അതെ അല്ലേ? അപ്പം ആ സമയത്ത് തന്നെ മക്കളുടെ കല്യാണം നടത്താനും ഒക്കെ ഒരു നല്ല അടച്ചുറപ്പുള്ള സാറിൻ്റെ ഒരു ഇടപെടലല്ലേ? സതീഷ് സാറിൻ്റെ ഒരു പ്രത്യേക ഒരു സാഹചര്യവും നമുക്ക് സാറ് ദൈവത്തെ പോലെ വന്ന് നമുക്കത് നിറവേറ്റി തന്ന് നമുക്കതിനകത്ത് ഇന്നും അടച്ചുറപ്പായിട്ട് കിടക്കാൻ പറ്റും. വീട് ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയി. പറവൂരുകാരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. പ്രളയം ബാധിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും അങ്ങനെയായിരുന്നു. വീടില്ലാണ്ടൊക്കെ ഒരുപാട് പേര് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറവൂരുകാരുടെ ഒരു ഭാഗ്യം തന്നെയാണ് സാറിന്റെ ദൈവമാണ് ഞങ്ങളുടെ. ശരി ചേച്ചി, ഇതുപോലെ തന്നെ വീട് പുനർജനി വഴി കിട്ടിയതാണ്. എങ്ങനെയായിരുന്നു പ്രളയ സമയത്ത് മുഴുവനായിട്ട്? ഞങ്ങളുടെ വീടൊക്കെ ഇടിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് പഴയ വീട് തേക്കാത്ത വീടായിരുന്നു. എന്നിട്ട് ഉപ്പ് കയറിയിട്ട് തെള്ളി പോകുമായിരുന്നു. എന്നിട്ട് ഈ വെള്ളം വന്നപ്പോൾ ഞങ്ങളുടെ 3/4 ഭാഗം മുങ്ങി. എന്നിട്ട് കുതിർന്നൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങള് പെരിങ്ങാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ ഈ ഇതിന് പോയത്. അപ്പോൾ അവർ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് MLA സാർ വെച്ചുതരും നിങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് അവർ വാടകയ്ക്ക് വീട് കൊടുത്തന്ന് അഡ്വാൻസും കൊടുത്തു. വാടക വീട്ടിൽ താമസിക്കാനുള്ള അഡ്വാൻസ് ഉൾപ്പെടെ ഒക്കെ കൊടുത്തു. MLA ഇതിൽ തന്നെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഞങ്ങൾ 4 മാസമായിട്ട് താമസിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4 മാസം കൊണ്ട് തന്നെ ഒരു വീട് അടച്ചുറപ്പുള്ളൊരു വീട്. അടച്ചുറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് നല്ല വീടാണ്. നല്ല വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റും, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല വീടുകാർ വന്ന് കാണണം ഞങ്ങളുടെ വീടൊക്കെ. ഉറപ്പായിട്ടും ഞങ്ങൾ ഒരിക്കൽ വരുന്നുണ്ട്. നല്ല വീടും പിന്നെ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് MLA സാർ ദൈവം ഒന്നുമല്ല പറയാൻ പറ്റാത്തത്. അത്രയ്ക്കും നല്ല ഒരിതാണ് സാറിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങളെ കൊണ്ടാവില്ല ഒരു വീടൊക്കെ ഉണ്ടാക്കാനായിട്ട്. MLA സാർ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വീട് തന്നു. എൻ്റെ ഒരു മോള് വയ്യാത്ത മോളാണ്. അങ്ങനെ സാറ് അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് വീട്. അപ്പോൾ സാറ് വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ, ആ വീട് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് സാറ് വീടുണ്ടാക്കി തന്നു. ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം. ഒരുപാട് സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് വയ്യാത്തതായിരുന്നു. അപ്പം ചികിത്സാ സഹായം തന്നു. പിന്നെ ഇപ്പം
എന്താ പറയുക, സാറ് ഞങ്ങൾ എല്ലാം കൊണ്ട് ഞങ്ങൾ സാറ് സഹായിക്കുന്നുണ്ട് ഞങ്ങളെ. ശരിക്കും ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പോഴും പ്രളയത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാത്ത ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും പറവൂരുകാർ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, ഇതുപോലെ ഒരാളെ ഞങ്ങൾക്കൊരു നല്ല MLA കിട്ടിയത്. ഉറപ്പായിട്ടും. ആ മോൾക്ക് ഞങ്ങളുടെ സാറ് മുഖ്യമന്ത്രിയായി വരണം എന്നാണ് ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ സാറ് മുഖ്യമന്ത്രിയായി വരണം. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, ഉറപ്പുണ്ട്. ചേച്ചി പുനർജനി വഴി വീട് കിട്ടിയ ആൾക്കാരാണോ? ആണ്. എങ്ങനെയുണ്ടായിരുന്നു? പ്രളയത്തിൻ്റെ സമയത്താണോ മുഴുവനായിട്ട് വീട്? പ്രളയത്തിൻ്റെ സമയത്താണോ പോയത്? അത് കഴിഞ്ഞിട്ട് പുതിയൊരു വീട്ടിലേക്ക് വരാനുള്ള താമസം ഒരുപാട് സമയമെടുത്തോ പുനർജനി വഴി? അപേക്ഷ കൊടുത്തിട്ട് ഒരു താമസം ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ വീട്? പെട്ടെന്ന് വീടായി. 20 തന്നെ പാർത്ത് ഞങ്ങൾ 6 വർഷമായി. സന്തോഷമാണ്. സന്തോഷമാണ്. അടിപൊളി വീടാണ്. അതും തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചാണ് ഈ നമ്മുടെ സാറ് പ്രതിപക്ഷ നേതാവ്. എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അവർ തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ സഹപ്രവർത്തകർ, അവരെല്ലാവരും വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ അവസ്ഥ കണ്ട് അപ്പോൾ തന്നെ അവർ തന്നെ അപേക്ഷ എഴുതിക്കൊണ്ട്. എൻ്റെ മോനും ഒരു പ്രവർത്തനമായിരുന്നു, അവൻ ചെയ്യൂല നമ്മുടെ വീടിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എൻ്റെ മോന് വയ്യാണ്ട് നല്ല സഹായം, എല്ലാ രീതിയിലും സഹായം ഉണ്ടായി. സാറിൻ്റെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സാറിനോട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്, ചെയ്തുതരാമെന്ന് എനിക്ക്. എല്ലാ രീതിയിലും പറവൂരുകാർ ഈ ഒരു വിഷയത്തിൽ പ്രളയത്തിന് ശേഷമുള്ള ഒരു കരകയറ്റം പറവൂര് പോലെ കരകയറിയ വേറൊരു സ്ഥലം ഇല്ലയെന്ന് തന്നെ പറയണം. ചേച്ചിക്കും വീട് പ്രളയത്തിന് മുഴുവനായിട്ട് പോയതായിരുന്നു. ഇപ്പൊ വീട് എല്ലാ രീതിയിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള വീട് തന്നെയാണ്. എല്ലാം ഈ പുനർജനയിൽ തന്നെ പണി തുടങ്ങി. അത് പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഞങ്ങൾക്ക് 19-ൽ തന്നെ പണി പൂർത്തിയായി കിട്ടി. അതെ അല്ലേ? 20-നുള്ളിൽ എല്ലാവർക്കും ഞങ്ങൾ പാർത്തു, കയറി പാർക്കാൻ പറ്റി. ആ സമയത്തിനുള്ളിൽ തന്നെ വേഗം പണിതു അല്ലേ? ഒരു താമസം ഉണ്ടായില്ല. ഓരോ സാധനങ്ങളും വരാനാ, അത് പണിയാനാ, പണിക്കാനും. അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവുകളൊന്നും അവർ വാങ്ങിയിട്ടില്ല. ഒന്നുമില്ല. എല്ലാ രീതിയിലും അവർ തന്നെ എല്ലാം ചെയ്ത് തീർത്ത് തന്നു. അവർ പൊടി പിടിച്ച് ഈ ഓഫീസിൽ ചെല്ലല്ലേ പുനർജനിയിൽ ഒരുപാട് അട്ടിമറിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും ഒക്കെയാണ്. എന്തോരം ജനമാണ് സാറിനാൽ ആ പുനർജന്റെ ഇതുകൊണ്ട് വീട് കിട്ടി താമസിച്ച് സന്തോഷിക്കണത്. രോഗികളെ, കിടപ്പ് രോഗികൾക്ക്. നിങ്ങളുടെയൊക്കെ സന്തോഷവും നിങ്ങളുടെ ആ ഒരു നന്മയും തന്നെയാണ് അദ്ദേഹത്തിന് അത്തരം കള്ള ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് തന്നെയാണ് നമ്മ സാറിന് അത്തരം വ്യാജാരോപണങ്ങൾ ഉണ്ടായെങ്കിലും അത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അതെ, ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മോശം വരില്ല. അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്നൊരു വീട് റെഡിയാവില്ല. അതെ, ഉറപ്പല്ലേ? ഉറപ്പാണ്. അത് ഉറപ്പായിട്ടും കേരളം മുഴുവൻ നോക്കിയാലും പ്രളയബാധിതരായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒരുപാടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ പറവൂരുകാർ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്തവരാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. പറയാനുണ്ടാ, ഞങ്ങൾക്ക് എവിടെയും പറയാം. അപ്പം അത്തരം ആരോപണങ്ങളിലൊന്നും പറവൂരുകാരുടെ സപ്പോർട്ടുള്ളപ്പോൾ സതീശൻ സാർ തളരില്ല എന്നുള്ളത്. ഞാൻ കോൺഗ്രസ്സുകാരത്തിയാണെന്നും എല്ലാവരോടും പറയും. എല്ലാവർക്കും അറിയാൻ ചെയ്യാന്ന് വെച്ചാൽ പ്രവർത്തനത്തിൽ നടക്കാറുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാരത്തിയാണെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എവിടെയും പറയും. എനിക്കൊരു പേടിയില്ല. എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ, തെറ്റ് ചെയ്യാത്ത അതുപോലെ ഒരാൾക്ക് ഇത്രയും ഈ ജനക്കൂട്ടം മുഴുവൻ സപ്പോർട്ടായിട്ടുള്ളപ്പോൾ ഒരിക്കലും ഇത്തരം വ്യാജാരോപണങ്ങളിൽ അദ്ദേഹം തളർന്നു പോയിട്ടില്ല, ഒരിക്കലും തളർന്നു പോകില്ല. തെറ്റ് ചെയ്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ തെറ്റുകാരനല്ല എന്നുള്ളത് കൃത്യമായിട്ട് തെളിയുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരട്ടി സന്തോഷത്തിൻ്റെ സമയം കൂടിയാണ്. ഭയങ്കര സന്തോഷമാണ്. ഇതെന്നു നിലനിൽക്കണേന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണ്ടേ? കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം. സാറ് നമ്മുടെ മുഖ്യമന്ത്രി ആവണം. സാറ് തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ. അമ്മ നമസ്കാരം. നമസ്കാരം. എങ്ങനെ പുനർജനി വഴി വീട് കിട്ടിയ ആളാണല്ലേ? പ്രളയ സമയത്ത് മുഴുവനായിട്ട്? പ്രളയ സമയത്തും അതിന് സുനാമിക്ക് ഞങ്ങളുടെ വീട് ആകെ ഒരു 45 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ആകെ പൊളിഞ്ഞൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊരു പെര പണിയാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീട് ലഭിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ചേട്ടൻ കോൺഗ്രസിൻ്റെ നല്ലൊരു അനുഭവിയാണ്. അപ്പോൾ സതീഷ് സാറിൻ്റെ ഇവിടെ വരാറുണ്ട്, പറവൂർ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചിരിക്കണ നേരത്ത് ജോയി വിഷമിക്കേണ്ട, ജോയിക്ക് പുനർജനിയുടെ ഒരു ഭവനം എന്തായാലും തന്നിരിക്കും എന്ന് പറഞ്ഞു. അതിന് അപേക്ഷ വെച്ചോളാൻ പറഞ്ഞു. ആദ്യം അപേക്ഷ ചേട്ടൻ വെച്ച്. അപ്പോൾ സാറാണ് ഞങ്ങൾക്കൊരു പ്രചോദനം തന്നത് ഒരു ഭവനം പണിയാനായിട്ട്. ചേട്ടൻ എപ്പോഴും
ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ പണിയാം. കാരണം ഞങ്ങളുടെ ഇതൊരു സ്ഥലം എന്ന് പറയുന്നത് സത്താർ ഐലൻഡാണ്. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടണമെങ്കിൽ തറ കെട്ടി നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് സാറ് പറഞ്ഞ് ജോയിക്ക് എന്തായാലും തറ പണിയാൻ ഞങ്ങൾ പൈസ ആദ്യം തരാം. അങ്ങനെ സാറ് തന്നു. സാറിൻ്റെ ഒരു ബലത്തിലാണ് ഞങ്ങൾ ആ ഭവനം പണിത്. അത് സാറിനോട് എന്നും കടപ്പാടുണ്ട് അതിന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആവശ്യം നടന്നാലും സാറ് വരാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, തിരുത്തുമ്പോൾ എന്താവശ്യം വന്നാലും സാർ. പിന്നെ സാറിനെ കുറിച്ച് കുറേ ആൾക്കാർ അതും പറയും. ഞങ്ങൾക്കൊരു ഇപ്പോൾ ഒരു സാർ ജയിച്ചാലും ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ദ്വീപ് രക്ഷപ്പെടുള്ളൂ. കാരണം ഒരു പാലം വേണം, ചിറ വേണം, റോഡ് വേണം. ഇതൊരു ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഞങ്ങളുടെ. പക്ഷെ സാറ് ജയിച്ചാലും ഞങ്ങൾക്കത് കിട്ടുമെന്നുള്ളൊരു 100% ഉറപ്പാണ്. ഇപ്പോഴും എൻ്റെ ഭർത്താവ് ഇതിൻ്റെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ എല്ലാ വീടുകളും ചെന്ന് സാറിനെ കുറിച്ചൊരു ചില വീടുകളുണ്ടാവുമല്ല ഒരു എന്തെങ്കിലും പറയണത്. പക്ഷെ എന്ത് പറഞ്ഞാലും എന്നാലും ചേട്ടൻ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഒരു മറുകണ്ഠം ചാടിയിട്ടില്ല. 18 വയസ്സ് തുടങ്ങി ഇപ്പോഴും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ആ 71 പ്രചോദനം ശരിക്കും വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് സതീശൻ സാർ. സതീശൻ സാർ തന്നെ ജയിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിനെ നയിക്കാൻ സതീശൻ സാർ തന്നെ നയിക്കാൻ ഉണ്ടാവും. അച്ഛാ നമസ്കാരം. പുനർജനി വഴി വീട് കിട്ടിയ ആളാണ്. ആ പ്രളയ സമയത്ത് അവിടെ മുതൽ ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു വി ഡി സതീശന്റെ ഒരു ഇടപെടലും കാര്യങ്ങളും വീട്ടിലേക്കുള്ളൊരു നല്ലൊരു ഇപ്പൊ ഇങ്ങനെ ആ സമയത്ത് ഒരുപാട് ബാധിച്ചിരുന്നു പ്രളയത്തിന്റെ സമയത്ത്? വീട് മുഴുവനായിട്ട് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സഹായം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ അയക്കുകയാണ് ചെയ്തത്, അപേക്ഷ കൊടുക്കുകയാണ് ചെയ്തത്? ഇല്ല, അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു നമ്മുടെ മെമ്പർ വന്നിട്ട്, മായ എന്ന് പറഞ്ഞ മെമ്പർ വന്നിട്ട് അതിന്റെ ഒരു എത്ര കാലതാമസം വന്നു നമ്മളൊരു വീട്? ഒരു 4-5 മാസത്തിൽ താഴെ. 5 മാസത്തിൽ താഴെ കൊണ്ട് തന്നെ ഒരു വീട് ശരിയാക്കി തന്നു. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് വി ഡി സതീശനോട് ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്? നല്ലൊരു താല്പര്യമുള്ള മനുഷ്യന്, എല്ലാ രീതിയിലും സപ്പോർട്ടീവായിട്ട് നിന്നു അദ്ദേഹം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് 2 മക്കളും ഞാനും ഭാര്യ. അതെ അല്ലേ. ആ സമയത്ത് വീട് പോയ സമയത്ത് എവിടെയായിരുന്നു അപ്പൊ താമസവും കാര്യങ്ങളൊക്കെ? ടൗൺ ഹാളിലായിരുന്നു. ടൗൺ ഹാളിലായിരുന്നു. ഈ 4-5 മാസക്കാലത്തോളം? അല്ലല്ല, അത് വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിൽക്കേണ്ടി വന്നു. 5 മാസത്തോളം, 8 മാസം നിന്നു. 8 മാസം വാടകയ്ക്ക് നിൽക്കേണ്ടി വന്നു. അതിനിടയിൽ തന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ 6 മാസമായപ്പോഴേക്കും കംപ്ലീറ്റ് ആയി. അതിലേക്ക് പുതിയ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ പറ്റി. ആ സമയത്ത് സർക്കാരിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലാണ്ട് പോയി. അല്ല, സംസ്ഥാന സർക്കാർ ആ രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ബാധ്യത ഒന്നും കിട്ടിയൊന്നുമില്ല. വി ഡി സതീശന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വീട് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഉപകരണങ്ങൾ മൊത്തം ഇതും പോയിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് എല്ലാ സഹായം ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ. ഒരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതെ. അപ്പൊ അത് കിട്ടാന്നുള്ളത്, നമുക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. നല്ല സഹായം തന്നെയാണ്. പുനർജനി വഴി വീട് കിട്ടിയ ആളാണോ? എങ്ങനെയുണ്ടായിരുന്നു? പ്രളയ സമയത്ത് മുഴുവനായിട്ട് നഷ്ടമായിരുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു ഈ ഒരു വീടിന്റെ പണിയിലേക്കും കാര്യങ്ങളിലേക്കും പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? പറഞ്ഞപ്പോൾ തന്നെ വീടിന്റെ ഫുള്ളായിട്ടെല്ലാം ചെയ്തു തരാം, ഒരുപാട് നമ്മളായിട്ട് വലപ്പിച്ചിട്ടില്ല, എല്ലാം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. എത്ര സമയം എടുത്തു? 2.5 മാസം കൊണ്ട്. 2.5 മാസം കൊണ്ട് വീടിന്റെ ഒരു കംപ്ലീറ്റ് വീടിന്റെ പണി കഴിഞ്ഞു. 2.5 മാസം കൊണ്ട് വീട് പണി ചെയ്തു. മുഴുവൻ പണി കഴിഞ്ഞിട്ട് സാറൊന്നും ഉദ്ഘാടനം ചെയ്തു. ആണോ? അപ്പോൾ ഇപ്പോൾ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിന് വി ഡി സതീശന്റെ അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത്? ഇതുപോലെ പല ആൾക്കാർക്കും കൊടുത്തല്ല, ഇനിയും കൊടുക്കും എന്നുള്ളൊരു, ഇനിയും ബാക്കി ചെയ്യുന്ന ഉറപ്പുണ്ട്. ആരൊക്കെയുണ്ട് അപ്പോൾ വീട്ടില്? 2 പിള്ളേരും വൈഫും ഞാൻ. അതെ അല്ലേ. അപ്പോൾ പ്രളയ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന വീട് മൊത്തമായിട്ട് നഷ്ടമാവുകയാണ് ചെയ്തത്. അതെ അതെ. ആ സമയത്തൊക്കെ എവിടെയായിരുന്നു നിന്നിരുന്നതൊക്കെ? ഞങ്ങളിവിടെ പുത്തമ്പേരിക്ക വാടകയ്ക്ക് താമസിക്കായിരുന്നു. ഒരു ACC എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്, അവിടെയായിരുന്നു നിന്നിരുന്നത്. ആ 2.5 മാസം വി ഡി സതീശന്റെ ഉറപ്പ് 2.5 മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. പുനർജനി വഴി വീട് കിട്ടിയ ആളാണോ? എന്തായിരുന്നു ആ ഒരു വീടിന്റെ പ്രോസസ്സിലേക്കുള്ള ഒരു? വീട് പഴയതായിരുന്നു, പിന്നെ വെള്ളപ്പൊക്കത്തെ തുടർന്നൊന്നും കൂടി അത് മോശാവസ്ഥയിലായി. അത് ശരിയാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീടിന്റെ ഒരു പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു? 3-4 മാസം കൊണ്ട്. 4-5 മാസം കൊണ്ട് തന്നെ പുതിയൊരു വീട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് തന്നെയാണോ? ആരൊക്കെയുണ്ട് ഇപ്പോൾ വീട്ടിൽ? മക്കള്? ഞാനുണ്ട്, വൈഫുണ്ട്, അമ്മയുണ്ട്, 3 പിള്ളേരുണ്ട്. അപ്പോൾ ഈ പ്രളയ സമയത്ത് നിങ്ങൾ എങ്ങോട്ടായിരുന്നു മാറിയതൊക്കെ?
വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 3-4 മാസം കൊണ്ട് തന്നെ പുതിയൊരു വീട്ടിലേക്ക്, അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറാൻ പറ്റി എല്ലാ രീതിയിലും. അച്ഛാ, പ്രളയ സമയത്ത് മുഴുവനായിട്ട് വീട് നഷ്ടമായ ആളാണ്. ഞങ്ങളൊരു ഷെഡിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ പുതിയൊരു വീട് എന്നുള്ളതിലേക്ക് വരുമ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അപേക്ഷ കൊടുക്കേണ്ടി വന്നോ? ഞങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ആദ്യം ചെന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് തന്നേക്കാന്നുള്ള നേരത്തെ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് പ്രളയത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ സാമ്പത്തിക അവസ്ഥ കണ്ട് പരിഗണിച്ചിട്ട്. അങ്ങനെ പിന്നെ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീട് തന്നത്. ഒരുപാട് സമയം എടുത്തോ, കാലതാമസം എടുത്തോ ഇതിൻ്റെ? ഇല്ല, എന്നാലും 2-3 മാസം. 2-3 മാസം കൊണ്ട് തന്നെ മൊത്തം വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താമസിക്കാനുള്ള ഇതിലാക്കി തന്നു. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 7ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പ്രളയം വന്ന സമയമൊക്കെ ഓർമ്മയുണ്ടോ കുട്ടിക്ക്? അന്നെങ്ങനെയായിരുന്നു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല? ആ സമയത്തൊക്കെ എവിടെയായിരുന്നു താമസിച്ചതെന്നൊക്കെ ഓർമ്മ? ക്യാമ്പിലായിരുന്നു അല്ലേ? മോൻ്റെ അച്ഛനാണ് വീട് കിട്ടിയത്. ഇപ്പോഴുള്ള വീട് എങ്ങനെയുണ്ട്? നല്ല വീടൊക്കെയാണ് വെച്ച് തന്നിരിക്കുന്നത്. ഒരുപാട് നാൾ പുറത്ത് വേറെ താമസിക്കേണ്ടി വന്നോ മോനെ? വാടകയ്ക്ക് അധികം നാളൊന്നും താമസിക്കേണ്ടി വന്നില്ല, അതിനുള്ളിൽ തന്നെ വീടൊക്കെ ആയിട്ടുണ്ട്. ഹലോ, എന്താ പേര്? ഏബൽ. പുനർജനിയുടെ സ്നേഹസംഘമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ വീട് കിട്ടിയ ആൾക്കാരാണ്. ഇതിനൊരു മൊത്തത്തിലൊരു ജേർണി പറയാമോ? എന്തായിരുന്നു വി ഡി സതീശൻ്റെ ഒരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ? ഞങ്ങൾ ചേന്നമംഗലം ഭരണമുക്കിലാണ് താമസിക്കുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ സ്ഥലം മേടിച്ചു, ഷെഡായിരുന്നു മേടിച്ചപ്പോൾ. അപ്പോൾ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രളയം വന്നുല്ലോ. 2017 ഞങ്ങൾ സ്ഥലം മേടിച്ച് താമസിക്കുന്നത്. അപ്പോൾ 2018 പ്രളയം വരുന്നത്. പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ഷെഡ് ഫുള്ള് മുങ്ങി. ഞങ്ങളുടെ അവിടെ ആ ഭാഗം മൊത്തം മുങ്ങി. ഷെഡ് മുങ്ങി. ഷെഡിൻ്റെ ഭാഗികമായിട്ടൊക്കെ തകർന്നു. ആ സമയത്ത് ആണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ മാറി താമസിക്കുമായിരുന്നു. കുറച്ച് നാൾ മാറി ഞങ്ങൾ വീട്ടിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുനർജനിയുടെ ആള് ജോലിക്ക് പോയ സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെ പുനർജനിയുടെ ഒരു സഹായം കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം ആയുള്ളൂ. അതിന് മുന്നേ എന്നെ വിളിച്ചു, അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ MLAയുടെ ഓഫീസിൽ, വി ഡി സതീശൻ സാറിൻ്റെ ഓഫീസിൽ ചെന്നു. ജോസഫ് ഏട്ടനായിരുന്നു അന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സാറിനെ കണ്ടു, അവർ സംസാരിച്ചു. പിന്നെ 2-3 പ്രാവശ്യം അവരുടെ എൻക്വയറിയൊക്കെ ഉണ്ടായിരുന്നു. വന്ന് അന്വേഷിച്ചു. അപ്പോൾ ജനുവനാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വീട് അനുവദിച്ചു. അത് ഒരു അധികം നാളെടുത്തില്ല, അല്ലേ, 2 മാസം 3 മാസത്തിനുള്ളിലായി. 2-3 മാസം എടുത്തുള്ളൂ. അതിന് മുകളിൽ തന്നെ നമുക്ക് വീട് റെഡിയായി. പണി കഴിഞ്ഞിട്ട് നല്ലൊരു ചെറിയൊരു വാർക്ക് വീട്. ഞങ്ങൾ 4 പേരെ താമസിക്കുന്ന വീട്ടിൽ നല്ല ഒരു വീട്. 2 മക്കൾ. ചേട്ടൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ടൈലിൻ്റെ വർക്കാണ്. അപ്പോൾ പ്രളയം വന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ വീടൊക്കെ മൊത്തം പോയി. അത് ഷെഡായിരുന്നു. ഞങ്ങൾ താമസിക്കാൻ തന്നെ ഒരു ഇതായിരുന്നാലും ഞങ്ങൾക്ക് വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ താമസിച്ചു അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഈ ഒരു സഹായം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ നമ്മൾ കിട്ടി. അത്യാവശ്യം നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വീട് തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്നൊന്നും ചിലവായൊന്നുമില്ല. എല്ലാം ഒരു പോലും ഇല്ലാണ്ട് എല്ലാം അവർ തന്നെ ചെയ്തു തന്നു. ഇപ്പോൾ ഒരുവിധം ആ ഭാഗത്ത് ജെനുവിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വീടിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടില്ലേ? ചെയ്തിരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അതെ, വളരെ ഞങ്ങൾക്ക് വളരെ, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വേഗം പണി കൂടെ കളഞ്ഞ് വന്നത്. കാരണം നമുക്ക് അത്രയും പ്രതീക്ഷിച്ചില്ല ഒരു വീട് വെക്കാന്നുള്ളത്. നമുക്ക് അറിയാലോ ചെലവും കാര്യങ്ങളും. നമ്മളെ കൊണ്ടൊന്നും ഇപ്പോഴൊന്നും കൂടാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് വളരെ നല്ലൊരു സഹായമായിരുന്നു. ഉറപ്പായിട്ടും. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട് MLAയുടെ ഒരു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പറവൂരുകാരുടെ എല്ലാ കാര്യങ്ങളും അതിനിടയിൽ അദ്ദേഹത്തിനെതിരെ കുറേ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അത് ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതിനെപ്പറ്റി ഞങ്ങൾ പറയാം. ഇവിടെ വെച്ച് കണ്ടാലും പക്ഷെ നല്ല ഓർമ്മയുമാണ്. സാറാണ് കല്ലിടാനൊക്കെ വന്നത് വീട്ടിൽ. പക്ഷെ നമ്മളെവിടെ വെച്ച് കണ്ടാലും ചെന്നാലും ആള് നല്ല ഓർമ്മയാണ്. വീട് പണി കഴിഞ്ഞിട്ടൊക്കെ ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഇപ്പൊ 19-ലായിരുന്നില്ലേ? 19 വർഷമായി, 6-7 വർഷം. ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ സാധനങ്ങൾ പോലും അവരെടുത്തിട്ടില്ല. എല്ലാം അവരുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ കൂടി ഇപ്പൊ ടാങ്കൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതുപോലെ അവരെല്ലാം അവരുടെ തന്നെയായിരുന്നു. ഒരു വീട് ഇപ്പോൾ ലൈഫ് മിഷന് പോലും കിട്ടുന്ന ഒരു വീട് എത്ര രീതിയിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചെലവാകും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഒരു വീട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആ സമയത്ത് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ആ ഒരു ചെറിയൊരു സഹായം ഉണ്ടായിരുന്നു. ആ പ്രളയം അതല്ലാതെ വേറെ സഹായങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അത്രയ്ക്ക് ഷെഡായ ഒരു വീടായിരുന്നു. പ്രളയം നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു അല്ലേ? ഫുഡ് ഷെഡ് ഞങ്ങളുടെ പൊക്കത്തിൽ, ആ ഷെഡിന്റെ പൊക്കത്തിൽ ഫുള്ള് വന്നായിരുന്നു. ഞങ്ങൾ അതിന് ആളുടെ വീട്ടിലാണ് പോയി താമസിച്ചിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചെളി മണ്ണൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ക്ലീൻ ചെയ്യാനായാലും വന്നിട്ട് ഞങ്ങൾ അതിനകത്ത് ക്ലീൻ ചെയ്ത് താമസിച്ചത് കയറി. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഏബൽ ഹാപ്പി അല്ലേ? ഏബല് 1 വയസ്സ്
ആയിട്ടില്ല, 1 വയസ്സായിട്ടില്ല. ആള് ചെറുതായിരുന്നു. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആള് 1 വയസ്സായപ്പോഴത്തേക്കും വീടൊക്കെ സെറ്റായി അങ്ങനെ. ശരി, താങ്ക് യു.